നിലമ്പൂരിൽ ആവേശം കൊട്ടിക്കയറുകയാണ്. ഇനി ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത് പരസ്യ പ്രചരണം അവസാനിക്കാൻ. 23 ദിവസം നീണ്ട പ്രചരണത്തിന് നിലമ്പൂരിൽ സമാപനം കുറിക്കാൻ ഇനി 1 മണിക്കൂറും 10 മിനിറ്റ് മാത്രം അവശേഷിക്കുമ്പോൾ മുന്നണികൾ അങ്ങേയറ്റം ആവേശത്തിലാണ്. എല്ലാ 3 മുന്നണികളുടെയും പ്രവർത്തകർ അവിടെ നിലമ്പൂരിൽ ടൗണിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ്. പ്രവചനങ്ങൾ അസാധ്യമായ ഒരു തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ്. വലിയ ആവേശമാണ് ഇത്. മുന്നണികളുടെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലിന്റെ അവകാശവാദത്തിന്റെ ഒക്കെ ഫലമാണ് നിലമ്പൂർ റിസൾട്ടിലൂടെ അറിയാനിരിക്കുന്നത്. 23-ന് ജനങ്ങൾ എന്ത് വിധി എഴുതി നിലമ്പൂരിനെ സംബന്ധിച്ച് എന്ന് നോക്കുമ്പോൾ അത് കേരളത്തിന്റെ ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാകും. മുന്നണികളെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, അവയ്ക്കുള്ള ഒരു എഞ്ചിൻ ഓയിൽ തന്നെയായി മാറുന്നതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഓരോ മുന്നണികളെ സംബന്ധിച്ചും വിജയം എന്നത് അവർക്ക് വളരെ അനിവാര്യമായ ഘടകമാണ്. നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നോക്കിയാൽ 1-ാം സ്ഥാനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മത്സരമല്ല നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നത് നമുക്ക് കാണാം. 2-ാം സ്ഥാനത്താര്, 3-ാം സ്ഥാനത്താര്, 4-ാം സ്ഥാനത്താര് എന്നത് ഇഴകീറി പരിശോധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകും. ഈ ഓരോ സ്ഥാനത്തും എത്തുന്നത് ആര് എന്നത് വളരെ പ്രസക്തമാകും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ഓരോ സ്ഥാനത്തും എത്തുന്ന സ്ഥാനാർത്ഥികൾ ആര് എന്നത് വളരെ പ്രസക്തമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകാതിരിക്കാനുള്ള, ഒരു നിമിഷം പോലും പാഴാക്കാതിരിക്കാതെ ഉള്ള പ്രചരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. 23 ദിവസം എന്ന ചുരുങ്ങിയ സമയമാണ്, അതൊരു വലിയ സമയമല്ല. പക്ഷേ അതിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് മുന്നണികൾ പ്രചരണ രംഗത്ത് സജീവമായിരുന്നത്. അതിനുള്ള ഫലം 19-ന് ജനങ്ങൾ അവിടെ രേഖപ്പെടുത്തും. 23-ന് സംസ്ഥാനം അത് ചർച്ച ചെയ്യും. അതൊരു തുടർച്ചയായിരിക്കും. അത് പലതിനുമുള്ള ഒരു നാന്ദി കുറിക്കൽ കൂടിയാകും. 2026-ൽ തുടർ ഭരണം എന്നതാണ് LDF ലക്ഷ്യം വെക്കുന്നത്. ആ തുടർ ഭരണത്തിനുള്ള ഏറ്റവും വലിയ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവരോട് ചൂണ്ടിക്കാട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസണായി, ഞങ്ങളുടെ ഭരണത്തിനുള്ള വിലയിരുത്തലായി നിലമ്പൂരിലെ ജനങ്ങളുടെ ഈ ഫലം അവർ കാണിക്കാൻ തയ്യാറെടുക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത് ഭരണത്തിന്റെ വിലയിരുത്തൽ തന്നെയാകും എന്നത് LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന കാര്യവുമാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനായാൽ അത് UDF ക്യാമ്പിനെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസമായിരിക്കും. 2026-ലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് UDF ക്യാമ്പിന് നൽകുന്ന ഊർജം എന്നത് അത് വലിയ രീതിയിലുള്ള ഊർജം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് വളരെ പ്രസക്തമാകുന്നു. അൻവറിന്റെ രാഷ്ട്രീയം ഇനി എന്ത് എന്നത്, അൻവർ എന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇനി എവിടെ അടയാളപ്പെടുത്തുമെന്നത് ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കും. അവിടെ അൻവർ എത്ര വോട്ട് പിടിക്കുന്നു, ആരുടെ വോട്ട് പിടിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. അതിനുമപ്പുറം NDA മുന്നണിയെ സംബന്ധിച്ച് ആദ്യം അവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ബാക്കിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ സജീവമായി ഇടപെട്ട ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ അത്രയും വോട്ട് NDAയെ സംബന്ധിച്ച് നിലനിർത്താനാകുന്നുണ്ടോ എന്നത് വലിയ ചോദ്യമാണ്. അവിടെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരും സംസ്ഥാന നേതൃത്വം എന്നൊരു സാഹചര്യമുണ്ട്. ആ വോട്ടുകൾ ആർക്ക് പോകുന്നു എന്നത്, അല്ലെങ്കിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് പോകുന്നു എന്നത് ചർച്ചയാകും. അങ്ങനെ ആ വോട്ട് നിലനിർത്താൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ നേടിയ 17,000-ഓളം വോട്ട് അത്രയും ഉയർത്താൻ കഴിയുന്നുണ്ടോ? അങ്ങനെ പലവിധ ചോദ്യങ്ങൾ, പല കണക്കുകൾക്ക് NDA ക്യാമ്പ് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. എന്തായാലും 2016-ൽ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിനെ PV അൻവർ പരാജയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ 2,700-ആയി ആ ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യമുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് PV അൻവറിന്റെ സാന്നിധ്യത്തിൽ തന്നെ M സ്വരാജിനെ തകർക്കാനാകുമോ? 2016-ലെ തോൽവിക്ക് ആര്യാടൻ ഷൗക്കത്തിന് കണക്ക് തീർക്കാനാകുമോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഓരോ മുന്നണിയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഫലം അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ്. നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, ലീഗ് കൊടികൾ ഉയർത്തി പ്രവർത്തകർ അവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള ആവേശം ലീഗിനെ സംബന്ധിച്ചും അവർ മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ്.
ലീഗ് പ്രവർത്തകർ അങ്ങേയറ്റം ആവേശത്തിൽ ആര്യാടൻ ഷൗക്കത്തിനായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും നിലമ്പൂരിൽ പ്രചരണത്തിലേർപ്പെട്ട ദിവസമാണ്. ലീഗ് നേതാക്കൾ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചരണമാണ് അത്. ലീഗിനെ സംബന്ധിച്ച് നിലമ്പൂരിൻ്റെ അന്തരീക്ഷത്തിൽ ഇത്തരമൊരു പ്രചരണം UDF സ്ഥാനാർത്ഥിക്കായി ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നത് പോലും നമുക്ക് സംശയമാണ്. അത്രമാത്രം ലീഗ് ആത്മാർത്ഥമായി UDF സ്ഥാനാർത്ഥിക്കായി പ്രചരണ രംഗത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ്. അവരെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നത്. UDF ക്യാമ്പിൽ ലീഗിനെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പ്രചരണത്തിലും കൊട്ടിക്കലാശത്തിലുമെല്ലാം ലീഗിൻ്റെ മേൽക്കൈ നമുക്കവിടെ കാണാവുന്നതുമാണ്. വലിയ ആവേശത്തിൽ നിലമ്പൂർ മാറിയിരിക്കുകയാണ്. ഇനി ഏതാണ്ട് 1 മണിക്കൂർ സമയം മാത്രമാണ് പരസ്യപ്രചരണത്തിന് അവശേഷിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ആവേശ കാഴ്ചകളിലേക്കൊക്കെ എത്താം. ഇനിയും ഒരുപാട് സസ്പെൻസുകൾ ഈ കൊട്ടിക്കലാശത്തിൽ ബാക്കിയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു ഇടവേള കൂടി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശമാണ്. നമുക്ക് സ്ക്രീനിൽ M സ്വരാജ് സ്ഥാനാർത്ഥിയെ കാണാം. കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി തന്നെ M സ്വരാജിനെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ നിലമ്പൂരിൽ ടൗണിൽ കൊട്ടിക്കലാശ വേദിയിലേക്ക് M സ്വരാജ് എത്തിയിരുന്നു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയും UDF നേതാക്കളും കൂടി അവിടേക്ക് എത്തുമ്പോൾ ആവേശം അലതല്ലുകയാണ്. NDA ക്യാമ്പിലെ ആവേശം നമ്മൾ കണ്ടതാണ്. പാട്ടും നൃത്തവുമായൊക്കെ പ്രവർത്തകർ NDA ക്യാമ്പിലും ആവേശം പൊടിപൊടിക്കുന്നുണ്ട്. എന്തായാലും ഇനി 1 മണിക്കൂർ 5 മിനിറ്റ് 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് അവിടെ കൊട്ടിക്കലാശം അവസാനിക്കാൻ. വളരെ സമാധാനപൂർണ്ണമായി നിലമ്പൂരിലെ കൊട്ടിക്കലാശം അവസാനിക്കണം. അതിനുവേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സമാധാനപരമായി ഈ കൊട്ടിക്കലാശം പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് നിലമ്പൂരിൽ. ഒപ്പം തന്നെ എടക്കരയിൽ 2 ഇടങ്ങളിലായിട്ടാണ് ഇത്തവണ കൊട്ടിക്കലാശം നടക്കുക. ഈ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 7 DYSPമാർ ഉണ്ട്, 21 പോലീസ് ഇൻസ്പെക്ടർമാർ, 60 സബ് ഇൻസ്പെക്ടർമാർ തുടങ്ങി ജില്ലാ പോലീസിനെ കൂടാതെ കേന്ദ്ര പോലീസ് സേനയും MSP ബറ്റാലിയനും ഉൾപ്പെടെ 773 പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ സമാധാന പാലനത്തിനായി ഡ്യൂട്ടിക്കായി തന്നെ നിയോഗിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നമുക്ക് M സ്വരാജിനെ ദൃശ്യങ്ങളിൽ കാണാം. പ്രസന്നവദനായി പ്രവർത്തകരോടൊക്കെ വലിയ രീതിയിൽ ആശയവിനിമയം നടത്തുന്നു M സ്വരാജ് എന്നത് കാണാം. സ്ഥാനാർത്ഥിയായതിനു ശേഷം നിലമ്പൂരിൽ M സ്വരാജിൻ്റെ വലിയ രീതിയിലുള്ള കട്ടൗട്ടുകളും പോസ്റ്ററുകളും ഒക്കെ നമുക്ക് കാണാം. എല്ലാത്തിലും ആളുകളാൽ അല്ലെങ്കിൽ അണികളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശം M സ്വരാജിൻ്റെ വരവ് നിലമ്പൂരിനെ സംബന്ധിച്ച് അവിടെ പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രസന്നവദനായി എല്ലാവരോടും ചിരിച്ചും സംസാരിച്ചുമൊക്കെ സ്വരാജ് പ്രചരണ വേദികളിലും ഓരോ വീടുകളിലുമൊക്കെ എത്തി വോട്ട് ചോദിക്കുന്ന സാഹചര്യത്തിലുമൊക്കെ മാക്സിമം ആളുകളുമായി അടുത്തിടപഴകാൻ M സ്വരാജ് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. വലിയ M സ്വരാജ് ഇതുപോലെ നിലമ്പൂരുകാരനാണ് എങ്കിൽ പോലും നിലമ്പൂരിൻ്റെ സ്നേഹം ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതൊരു പ്രത്യേക അനുഭവം എന്ന് തന്നെ M സ്വരാജ് പറയുകയാണ്. അത്രമാത്രം സ്നേഹത്തോടെ അല്ലെങ്കിൽ അത്രമാത്രം ഇരുകൈയും നീട്ടി നിലമ്പൂരിലെ LDF പ്രവർത്തകർ സ്വീകരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്. M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇത്രമാത്രം ആവേശത്തിലേക്ക് തള്ളിവിട്ടത്, പ്രവചനാതീതമായ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഇപ്പോഴും LDF ക്യാമ്പിൽ നമ്മൾ കാണുന്നത് ആ ആവേശം തന്നെയാണ്. കൊട്ടിക്കലാശത്തിൻ്റെ ഈ മണിക്കൂറുകളിൽ വലിയ ആവേശം LDF പ്രവർത്തകർ പ്രകടിപ്പിക്കുമ്പോൾ UDF ക്യാമ്പിലും ആവേശം പാരമ്യത്തിൽ തന്നെയാണ്. ആട്ടവും പാട്ടുമൊക്കെയായി UDF ക്യാമ്പും ആവേശത്തിൽ അലതല്ലുകയാണ്.